നമസ്കാരം. മുഖം തിളങ്ങാൻ മറ്റൊരു പുതിയ ഫേസ് മാസ്കുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. നിങ്ങളിപ്പോൾ വിചാരിക്കുമായിരിക്കും, ഡോക്ടർക്ക് എപ്പോഴും ഇങ്ങനെ ഈ ഫേസ് മാസ്ക് തന്നെയാണോ പാക്കുകൾ, മാസ്കുകൾ, ഹെയർ പാക്ക് ഇതൊക്കെയാണോ ഡോക്ടറുടെ പ്രധാനപ്പെട്ട ജോലി എന്ന് നിങ്ങളിപ്പോൾ വിചാരിക്കുമായിരിക്കും. ഇതൊരു പ്രധാനപ്പെട്ട ജോലിയായി മാറിയിരിക്കുകയാണ് ഇപ്പം. എന്താണെന്ന് വെച്ചാൽ, ഒരു ദിവസം വരുന്ന പേഷ്യൻസിൽ ഒരു 50% മുഖം കറുത്തു വരുന്നു, മുടി കൊഴിയുന്നു, ശരീരം മെലിയുന്നു. ഈ 3 കാര്യങ്ങൾ ഒരുമിച്ച് അനുഭവിക്കുന്ന എനിക്ക് വളരെ വിഷമം തോന്നും അവരെ കാണുമ്പോൾ. പലരും ആത്മഹത്യയുടെ എത്തിയിരിക്കുന്ന സമയത്താണ് എന്നെ കാണാൻ വരുന്നത്. എൻ്റെ വാട്സപ്പ് മെസ്സേജുകളിൽ മിക്കതും ഇത് തന്നെയാണ് സൂചിപ്പിക്കുന്നത്. കാരണം അത് സത്യം, ഞാൻ ഈ ഫോട്ടോസ്, ആദ്യമുള്ള ഫോട്ടോയും പിന്നെയുള്ള ഫോട്ടോയും ഞാൻ വാങ്ങാറുണ്ട്. അവർക്ക് എന്ത് വ്യത്യാസമാണ്, അജഗജാന്തരം വ്യത്യാസമാണ് അവരുടെ മുഖത്തിന് സംഭവിച്ചിരിക്കുന്നത്. മുഖത്തിന് ഈ ഷേപ്പ് പോലും മാറിക്കൊണ്ടിരിക്കുകയാണ്. നിറം മാറുക മാത്രമല്ല, അവരുടെ അതിൻ്റെ ആ ശരീരത്തിൻ്റെ മൊത്തത്തിലുള്ളൊരു ഷേപ്പ് തന്നെ മാറിപ്പോവുകയാണ്. അവരാണോ എന്ന് പോലും സംശയം തോന്നും. അത്രയ്ക്ക് വ്യത്യാസമാണ് പേഷ്യൻസിന് വന്നിരിക്കുന്നത്. അപ്പോൾ ഇത് എന്തുകൊണ്ട് എന്ന് ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. നമ്മളുടെ ശരീരം പ്രകൃതിയുടെ ഒരു ഉപോൽപ്പന്നമാണ്. നമ്മൾ കോൺസ്റ്റൻ്റായിട്ട് നമുക്ക് ടോക്സിൻസ് ബോഡി കയറുമ്പോഴാണ് ഇത് വരുന്നത്. ടോക്സിൻസ് എന്ന് പറയുമ്പോഴത്തേക്ക് വിഷമെന്നുള്ളതല്ല, ഈ കെമിക്കലുമായിട്ടുള്ള ഇൻട്രാക്ഷനാണ് ഈ പ്രശ്നം ഉണ്ടായത്. പ്രത്യേകിച്ചും കോവിഡ് തന്നെയും നമ്മുടെ ശരീരത്തിൽ വലിയൊരു കെമിക്കൽ ടോക്സിനായിട്ടാണ് പ്രവർത്തിച്ചത്. പലർക്കും ഈ കോവിഡാനന്തര പോസ്റ്റ് കോവിഡ് സിൻഡ്രോം എന്ന രീതിയിലാണ് ഇത് കാണുന്നത്. അവിടെ നമ്മളുടെ മൈക്രോഫ്ലോറ പോലും നഷ്ടപ്പെട്ട് പോയിരിക്കുന്നു എന്ന് തന്നെയാണ് എൻ്റെ നിഗമനങ്ങൾ അങ്ങനെയാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് വളരെ സക്സസ്ഫുള്ളായിട്ട് ഇതൊക്കെ കറക്റ്റ് ചെയ്യാനും പറ്റുന്നുണ്ട്. അതിന് ഞാൻ ഉപയോഗിക്കുന്ന ഓരോ ഫേസ് പാക്കുകൾ അല്ലെങ്കിൽ ഫേസ് മാസ്കുകളൊക്കെയാണ് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത്. അപ്പം നിങ്ങൾക്ക് ഇപ്പോൾ പലർക്കും ഇതിൻ്റെ ഒരു ആരംഭമുള്ളവർ, അതുപോലെ പലപ്പോഴും ഈ മുടി കൊഴിയുകയും മുഖം കറക്കുകയും ചെയ്യുന്നവർ, ശരീരം മെലിയുകയും ചെയ്യുന്നവർക്കൊക്കെ ട്രൈ ഔട്ട് ചെയ്യാവുന്ന, വീട്ടിലിരുന്ന് നിങ്ങൾ 1 മാസം നോക്കണം. നോക്കി ശരിയായില്ലെങ്കിൽ എന്നെ വിളിച്ചാൽ മതി. മനസ്സിലായോ? അപ്പോൾ അതിനു വേണ്ടി നാച്ചുറലായിട്ടുള്ള കാര്യങ്ങൾ, ഞാൻ എപ്പോഴും പറയുന്ന കാര്യങ്ങൾ, എത്രയോ വീഡിയോസ് കിടപ്പുണ്ട്, അതിലൊക്കെ പറയുന്നുണ്ട് എന്തൊക്കെ കഴിക്കണം, എന്തൊക്കെ കഴിക്കണ്ട. അതോടൊപ്പം ഇത് എങ്ങനെയാണ് എല്ലാ ദിവസവും ഈ മാസ്ക് ഉപയോഗിക്കാം. ഒരു പ്രോബ്ലവും ഇല്ല. നിങ്ങൾ ഇതൊക്കെ പുരട്ടി നിന്നിട്ട് അടുക്കളയിൽ നിന്ന് പണി ചെയ്യാം. അത് ഉണങ്ങുമ്പം പോയി കഴിയാൽ മതി. കഴിഞ്ഞൊരു മോയ്സ്ചർ, നമ്മുടെ വെർജിൻ കോക്കനട്ട് ഓയിൽ ലേശം എടുത്ത് അപ്ലൈ ചെയ്താൽ മതി. എന്നിട്ട് നന്നായിട്ട് ഫേസ് യോഗ എന്ന് പറഞ്ഞ് എൻ്റെ ഒരു വീഡിയോ ഇല്ല, അതനുസരിച്ച് മസാജ് ചെയ്യണം. അപ്പോൾ കുറേ മാറ്റങ്ങൾ വരും. ഒത്തിരി ആൾക്കാർക്ക് ഒറ്റ മാസത്തിൽ തന്നെ ഒത്തിരി മാറ്റങ്ങൾ കാണുന്നത്. എനിക്കത് കാണുമ്പോൾ വളരെ സന്തോഷമാണ്. ഞാൻ എല്ലാ മാസവും അവരുടെ ഓരോ ഫോട്ടോസ് മേടിക്കും. നമ്മൾ ട്രീറ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അവരുടെ ആദ്യത്തെ നല്ല ഭംഗിയുള്ള ഫോട്ടോ, അത് കഴിഞ്ഞ് ഇപ്പോഴത്തെ ഫോട്ടോ, അത് കഴിഞ്ഞിട്ട് പിന്നെ ഓരോ മാസവും ഞാൻ മന്ത്ലി അതിൻ്റെ ഫോട്ടോസ്, എന്നാൽ മാത്രമേ നമുക്ക് ആ റിവ്യൂ ചെക്കപ്പിൽ വ്യത്യാസം മനസ്സിലാവുള്ളൂ, അവർക്കും എനിക്കും. അല്ലെങ്കിൽ നമ്മൾ ഈ ഒരു പീരിയോഡിക്കലായിട്ടുള്ള ചേഞ്ച് നമുക്ക് മനസ്സിലാവില്ല. അപ്പം അത് തന്നെ അവർക്ക് ഭയങ്കര മോട്ടിവേഷനാവും. ആ ഒരു രീതിയിലുള്ള അപ്രോച്ചാണ് എൻ്റെത്. തീർച്ചയായും നമ്മളൊരു നാച്ചുറൽ പ്രോസസ്സിൽ, ഒരു ഓർഗാനിക് അപ്രോച്ചിൽ 100% ഇതൊക്കെ മാറ്റിയെടുക്കാം. പ്രൊവൈഡഡ് യു ഷുഡ് ഹാവ് ദാറ്റ് ഡിറ്റർമിൻഡ് ഔട്ട്ലുക്ക്. അതുപോലെ തന്നെ ഹാപ്പി ആയിട്ടിരിക്കുക. എപ്പോഴും ബി ഹാപ്പി, ബി പോസിറ്റീവ്, അത് മറന്നു പോകരുത്. അത് എപ്പോഴും മനസ്സിലിരിക്കട്ടെ. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോയും വളരെ പ്രത്യേകതയുള്ളതാണ്. ലിക്വറൈസ്, ഇത് പലപ്പോഴും പല വീഡിയോസിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. എങ്കിൽ കൂടിയും ഇത് കുറച്ചൊരു വ്യത്യാസമായിട്ടാണ് ഇത് ഞാൻ എടുത്തിരിക്കുന്നത്. ഇരട്ടിമധുരം പൗഡറായിട്ട് കിട്ടും. അപ്പോൾ ഇത് ഈ വനശ്രീ എന്ന് പറഞ്ഞ് ഗവൺമെൻറ്റിൻ്റെ ഒരു ഷോപ്പുണ്ട് നമ്മുടെ ഇവിടെ വഴുതക്കാട്, ഇത് ട്രിവാൻഡ്രത്ത്. അപ്പോൾ അവിടെ നിന്ന് കിട്ടിയതാണ്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ്, ഇരട്ടിമധുരം. പിന്നെ പ്രധാനമായിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് ജെലാറ്റിൻ അലിയിച്ചെടുത്തതാണ്. ജെലാറ്റിനും മാർക്കറ്റിൽ ഈസിലി അവൈലബിളാണ്. ജെലാറ്റിൻ ഇത്തിരി ചൂടുവെള്ളത്തിൽ ഒരു ഡബിൾ ബോയിലിംഗ് എന്ന് വെച്ചാൽ വെള്ളം വെച്ച് തിളപ്പിച്ചിട്ട് അതിൻ്റെ മുകളിൽ ഒരു പാത്രത്തിൽ വെച്ചിട്ട് ഇതിങ്ങനെ അലിയിച്ചെടുത്തതാണ്. ഇതൊരു 5 ഗ്രാം ജെലാറ്റിനാണ് അലിയിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ പപ്പായ, വളരെ കുറച്ച്, ഒരു 10 ഗ്രാം പപ്പായ, അതുപോലെ ഒരു 10 ml തേൻ എടുത്തിട്ടുണ്ട്. പിന്നെ തേങ്ങാപ്പാൽ എടുത്തിട്ടുണ്ട്. അതിനോടൊപ്പം അരിപ്പൊടി, പച്ചരി ചുമ്മാ പൊടിച്ചതാണ്. അത് വെള്ളത്തിലൊന്നും ഇട്ടിട്ട് പൊടിച്ചതല്ല, വെറുതെ പൊടിച്ച് വെച്ചതാണ് പച്ചരി. അപ്പോൾ ഇത്രയുമാണ് നമ്മളുടെ ഇന്നത്തെ ചേരുവകൾ. എങ്ങനെ തയ്യാറാക്കുന്നത് നോക്കാം. ലേശം തേങ്ങാപ്പാൽ ചേർക്കാം.
ഇരട്ടി മധുരം 5 ഗ്രാം ഇരട്ടി മധുരം ഇട്ടാൽ മതിയാവും. ഇതൊക്കെ തയ്യാറാക്കിയ ബാക്കി ഈ ഫ്രിഡ്ജിനകത്ത് വെക്കാം, ചീത്തയാവുന്നൊന്നുമല്ല. ചിൽ ട്രേയിൽ വെച്ചാൽ മതി. തേൻ ചേർക്കാം. പപ്പായ ഒന്ന് കുറച്ചൊന്ന് മാഷ് ചെയ്തെടുത്താൽ മതി. പല വെറൈറ്റീസ് ഇത് തയ്യാറാക്കുന്നത്, ഇതിലേതാണ് നിങ്ങൾക്ക് ശരിയാവുന്നതെന്ന് നിങ്ങൾ തന്നെ കണ്ടുപിടിക്കണം. ഞാൻ എപ്പോഴും പറയുന്ന കാര്യമാണ്, എല്ലാവർക്കും ഒരേ രീതിയിലല്ല ഇതിൻ്റെ റിസൾട്ട് കിട്ടുക. അരിപ്പൊടി ഫേസ് പാക്ക് തയ്യാറായി കഴിഞ്ഞു. ഇതിൽ പ്രധാനപ്പെട്ട ചേരുവ ലിക്വറൈസ് എന്ന് പറയുന്ന ഇരട്ടി മധുരമാണ്. ഇതിന് വളരെയധികം ബ്യൂട്ടി പ്രോപ്പർട്ടീസ് ഉണ്ട്. കറുത്ത പാടുകൾ മാറ്റാൻ, അതുപോലെ തന്നെ വരകൾ, റിങ്കിൾസ്, അതുപോലെ ചെറിയ ചെറിയ ഫൈൻ ലൈൻസ്, ഇവയൊക്കെ മാറ്റാൻ ഏറെ സഹായിക്കുന്നതാണ് ലിക്വറൈസും. അതുപോലെ തന്നെ തേന് ഏറ്റവും പ്രധാനമാണ്. പിന്നെ നമ്മൾ ചേർത്ത തേങ്ങാപ്പാൽ, അതിനേക്കാൾ ഹൈലി മോയ്സ്ചറൈസിങ് എഫക്റ്റാണ് തേങ്ങാപ്പാലിന്. പിന്നെ അരിപ്പൊടി വൈറ്റനിങ് ആണ്, വളരെ നന്നായിട്ട് ഫെയർ ആവാൻ വേണ്ടി ഏറ്റവും സഹായിക്കുന്നതാണ് അരിപ്പൊടി. അതുപോലെ കഞ്ഞിവെള്ളവും അതുപോലെ തന്നെയാണ്. ഇപ്പോൾ അരിപ്പൊടി അല്ലെങ്കിൽ കഞ്ഞിവെള്ളവും ചേർക്കാം നമുക്ക്. പക്ഷേ അരിപ്പൊടി എന്ന് പറയുമ്പോഴത്തേക്ക് ഒരു സ്ക്രബിങ് എഫക്റ്റ് വരും. ആ സ്ക്രബിങ് എഫക്റ്റ് കിട്ടുമ്പം പഴയ എക്സ്ഫോളിയേഷൻ നടക്കും. അത് സ്കിന്നൊക്കെ എപ്പോഴും നമ്മുടെ ഫേസൊക്കെ നല്ല ഗ്ലോയിങ് ആയിട്ടിരിക്കുന്നത് ഈ എക്സ്ഫോളിയേഷൻ ചെയ്യുമ്പോഴാണ്. അത് പഴയ സ്കിന്നൊക്കെ പോയി, പഴയ എപ്പിഡെർമിസൊക്കെ പോയിട്ട് അടുത്തത് പുതിയത് കിളിച്ചു വരികയല്ലേ, അപ്പം പുതിയത് നല്ല ഫ്രഷ് ആയിട്ടിരിക്കും. അപ്പോൾ അതാണ് എക്സ്ഫോളിയേഷൻ കിട്ടാൻ വേണ്ടിയിട്ട്, അങ്ങനെ നമുക്കൊരു സ്ക്രബിങ് എഫക്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് തന്നെയാണ് അരിപ്പൊടി ചേർക്കുന്നത്. അത് വൈറ്റനിങ്ങും കൂടെയാണ്. പിന്നെ തേൻ അതിനപ്പുറം ഇത്രയും നല്ലൊരു മോയ്സ്ചറൈസറും ഒരു ബ്യൂട്ടി എന്ന് പറഞ്ഞാൽ ഇത് കണ്ടെയ്ൻസ് ലോഡ്സ് ആൻഡ് ലോഡ്സ് ഓഫ് പോളിഫിനോൾസ്, ഫ്ലേവനോയിഡ്സ്, ന്യൂട്രിയൻസ്, അതുപോലെ മിനറൽസ് എല്ലാം നമ്മുടെ സ്കിന്നിനും ഇതെല്ലാം ആവശ്യമാണ്. അപ്പോൾ അങ്ങനെയുള്ള ന്യൂട്രീഷൻ കൂടെ പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടി അതുപോലെയാണ് പപ്പായ. പപ്പായ ഏറ്റവും നല്ല ഒരു ആൻറ്റി ഓക്സിഡൻറ്റ് പ്രോപ്പർട്ടിയുള്ള ഫ്രൂട്ടാണ്. അതും നല്ല ഫെയർനെസ്, പലർക്കും ഈ പപ്പായ ഭയങ്കര നന്നായിട്ട് യോജിച്ചു പോകുന്ന ഒരു ഫ്രൂട്ടാണ്. അപ്പം പപ്പായ മെയിനായിട്ട് എടുക്കുക. പിന്നെ ചിലർക്കാണെങ്കിൽ ഓറഞ്ച് ആയിരിക്കും. അപ്പോൾ അങ്ങനെ നിങ്ങൾ നോക്കി ചെയ്താൽ മതി. ഒരു 10-15 വീഡിയോ ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് ഇപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട്. അപ്പോൾ നിങ്ങൾ ഇത് ചെയ്ത് നോക്കിയിട്ട് മുഖം കഴുകുമ്പോഴത്തേക്ക് അതിൻ്റെ വ്യത്യാസം വരും. പെട്ടെന്ന് തന്നെ നമുക്ക് തോന്നും കൊള്ളാം ഇത്. അങ്ങനെ ആകുമ്പോൾ അത് തന്നെ നിങ്ങൾ കണ്ടിന്യൂ ചെയ്യണം. അപ്പം അതല്ല എങ്കിൽ ഒന്ന് മാറ്റി പിടിക്കണം. അതാണ് എനിക്ക് പറയാനുള്ളത്. അത് സ്ഥിരമായി ഒരെണ്ണത്തിൽ തന്നെ നിൽക്കാതെ മാറ്റിയിട്ട് നോക്കണം. അപ്പം ഏതിലാണ് നല്ല ഒരു ഗ്ലോ കിട്ടുന്നത് അത് കണ്ടിന്യൂ ചെയ്യുക. പിന്നെ ഇത് എപ്പോഴും ഇത് പുരട്ടി ഒരു 20 മിനിറ്റ് നിന്ന് അത് കഴിഞ്ഞിട്ട് ഉണങ്ങി കഴിയുമ്പം കഴുകിക്കളയുക. കഴുകിക്കളഞ്ഞതിന് ശേഷം എന്തെങ്കിലും ഒരു മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്തിട്ട് നന്നായിട്ട് മസാജ് ചെയ്യുക എന്നുള്ളത് വളരെ പ്രധാനമാണ്. രാത്രി കിടക്കുന്ന സമയമാണ് ഇതിനൊക്കെ നല്ലത്. അതല്ലെങ്കിൽ ഫ്രീ ടൈം ഉപയോഗിക്കാം. അപ്പോൾ മോയ്സ്ചറൈസർ എന്ന് പറയുമ്പോഴത്തേക്ക് വെർജിൻ കോക്കനട്ട് ഓയിൽ എടുക്കാം, കുങ്കുമാതി തൈലം ഉപയോഗിക്കാം. പിന്നെ അല്ലാതെ വേറെ നിങ്ങൾക്കിപ്പോൾ വേറെ ഒന്നുമില്ല, വെളിച്ചെണ്ണ ആയാലും കുഴപ്പമില്ല. പക്ഷെ വെളിയിലോട്ട് ഇറങ്ങരുത്. വെളിച്ചെണ്ണയൊക്കെ പുരട്ടിയിട്ട് വെളിയിലോട്ട് ഇറങ്ങുന്നത് ശരിയല്ല. പിന്നെ ഇപ്പം വളരെയധികം എന്താ പറയുക ക്രീംസ് ഉണ്ട്. ആ ക്രീമൊക്കെ ഉപയോഗിക്കാം. ഓർഗാനിക് ആയിരിക്കണമെന്ന് മാത്രം. നമ്മൾ അങ്ങനത്തെ ഒരു ഡിവിഷൻ തന്നെ നമുക്കുണ്ട്. അപ്പോൾ അങ്ങനെ ആ ഒരു രീതിയിലേക്കുള്ളൊരു അപ്രോച്ച് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്.
പിന്നെ പോസിറ്റീവ് തിങ്കിങ് ഞാൻ എപ്പോഴും പറയത്തില്ലേ, എപ്പോഴും ബി ഹാപ്പി ബി പോസിറ്റീവ് എന്നുള്ളത്, അത് നോക്കണം. പ്രാക്ടീസ് യോഗ, മെഡിറ്റേഷൻ, ഡീപ്പ് റിലാക്സേഷൻ. പിന്നെ ഭക്ഷണത്തിൽ എല്ലാ ന്യൂട്രിയൻസും ഉള്ളിലോട്ടും കഴിക്കണം. പുറമേ പുരട്ടുന്നത് പോലെ തന്നെ ഉള്ളിലേക്കും നല്ല നല്ല ന്യൂട്രിയൻസ് നിറയെ കഴിക്കണം. അതനുസരിച്ച് നിങ്ങൾക്ക് യു ക്യാൻ ലീഡ് നല്ല ഒരു ഹാപ്പി, ഹെൽത്തി ആൻഡ് ബ്യൂട്ടിഫുൾ ലൈഫ് നിങ്ങൾക്ക് കിട്ടുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. നമുക്ക് വീണ്ടും മറ്റൊരു വീഡിയോയിൽ കാണാം.